ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മൊമ്മൂസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നാടൻ രീതിയിലുള്ള ഫിഷ് ഫ്രൈ ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. പ്രധാന ഇൻഗ്രീഡിയൻസ് മീൻ തന്നെയാണ്. ഞാൻ 7 കഷ്ണം മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് മസാലകൾ റെഡിയാക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടിയാണ്. എരിവ് കുറവ് വേണ്ടവർക്ക് കുറച്ച് കുറയ്ക്കാം. 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുഴയ്ക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ നന്നായി പുരട്ടിയെടുക്കാം. നല്ല മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. കുറച്ച് വെള്ളം ചേർക്കാം. തീരെ വെള്ളമില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താണ്. ഇനി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 നുള്ള് ഗോതമ്പ് പൊടി ചേർക്കാം. ഇത് ചേർക്കുന്നത് ചീനച്ചട്ടിയിൽ മീൻ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ടിപ്സാണ് കേട്ടോ. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എപ്പോഴും ഫ്ലെയിം മീഡിയം വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മീനിൻ്റെ മസാലയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മസാലയൊന്നും കരിഞ്ഞിട്ടില്ല. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഏകദേശം ആയി തുടങ്ങി. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഷ്ടമായ എല്ലാവരും അഭിപ്രായം അറിയിക്കുക. തയ്യാറാക്കി നോക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണുന്നവരെ അസ്സലാമു അലൈക്കും.